പ്രവീണാണോ? അതെ. സാർ, കഴിഞ്ഞ ആഴ്ച വണ്ടി തോട്ടിലിറങ്ങിയായിരുന്നോ? റോഡിൽ ഓടിക്കാനല്ലേ സാർ വണ്ടി നമ്മൾ തന്നിരിക്കുന്നത്. അതെന്തിനു തോട്ടിലിറങ്ങി? തോട്ടിലിറങ്ങി എന്തിനാണെന്നോ? വണ്ടിക്ക് ഇറങ്ങണമെന്ന് തോന്നി, അങ്ങനെ ഇറങ്ങി പോയതാണ്. വെള്ളം കുടിക്കാൻ വേണ്ടി പോയതാണ്. എന്നിട്ട് കുടിച്ചായിരുന്നോ? വെള്ളം കുടിച്ചിട്ട് കരയെ കയറി. ഇപ്പൊ കരയിലുണ്ട്. ഞാൻ ആരെന്നറിഞ്ഞൂടെ? എനിക്കും അറിഞ്ഞൂടാ. നിങ്ങൾ വലിയ ഊവെന്നൊക്കെ പറഞ്ഞ് നടന്നിട്ടേ നിങ്ങൾ എന്തോന്ന് വണ്ടി കുളിപ്പിക്കാൻ കൊണ്ടിറക്കിയതാ? എന്നാ നിങ്ങക്ക് ഷിപ്പ് എടുത്തോട്ടിച്ചൂടെ വെള്ളത്തിനകത്താണെങ്കിൽ? അതായത് ഒരു ക്വാളിറ്റി ഇല്ലാതെ വണ്ടി ഓടിക്കുന്ന ആൾക്കാരെ നമ്മളിങ്ങനെ വിളിച്ച് ചെക്ക് ചെയ്യും. അതാണ് നമ്മുടെ ഉത്തരവാദിത്തം. റോട്ടിൽ ഓട്ടിക്കുള്ളതാണ്, തോട്ടിലിട്ട് ഓട്ടിക്കുള്ളതല്ല. ഇപ്പൊ അറിഞ്ഞല്ല ചേട്ടാ, പോർട്ടിനടുത്തല്ലേ താമസം? ഒരു കാര്യം ചെയ്യൂ, അതെ, അടുത്ത് കടലിലിറക്കാം. പിന്നെ ഷിപ്പിന്റെ ലൈസൻസിന് അപ്ലൈ ചെയ്യാം, നമുക്ക് കിട്ടും. കളവാ. നിങ്ങൾക്ക് തോട്ടിലിറങ്ങി കളിക്കാനല്ല ഞങ്ങൾ വണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വണ്ടിയിലൊരു പോറലേൽക്കാൻ നിങ്ങൾ സമ്മതിക്കൂല, പക്ഷെ നിങ്ങൾ തോട്ടിൽ കൊണ്ട് ഇറക്കും. വണ്ടിയുടെ അടുത്ത് പ്രേമം, പക്ഷെ തോട്ടിലിറക്കും. അല്ല, വണ്ടി തൊട്ടാ നിങ്ങൾ അടിച്ചു കളയോ? ഹലോ, ഇപ്പൊ വണ്ടിയിൽ തൊട്ടാ നിങ്ങൾ കയറി അടിച്ചു കളയോ? എന്നിട്ട് നിങ്ങൾക്ക് തോട്ടിൽ കൊണ്ടിട്ട് ഇറക്കാം. വെള്ളം കുടിക്കാൻ വേണ്ടി പോയതല്ലേ, വെള്ളം കൊടുത്തിട്ട് തിരിച്ചു വന്നല്ലോ. നമ്മുടെ ഈ ഓഫീസിന്റെ റിസപ്ഷനിൽ ഇരിക്കുന്ന അമ്മച്ചി കുളിക്കൂല, അവരെ ഒന്ന് തോട്ടിലിറക്കി തരുമോ? ഈ ഓഫീസ് എവിടെയാണെന്ന് പറയാമോ? ഇവിടെ ഓഫീസ് കൊടുങ്ങല്ലൂരാണ്. തിട്ടയിൽ ഒന്ന് കുറെ അമ്മാവന്മാരിക്കുന്നുണ്ട്, അവരെ ഒന്ന് തോട്ടിലിറക്കി തരുമോ? കൊടുങ്ങല്ലൂർ, തിട്ടയിലോ? ഓ ചേട്ടാ, നിങ്ങൾ മനസ്സ് തുറന്ന് എന്തെങ്കിലും പറ. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പറ. അത് തീർക്കാനായി കൂടിയാണ് നമ്മൾ വിളിച്ച. കൂടെ കരയണമെങ്കിൽ 2000, നെഞ്ചത്തടിച്ച് കരയണമെങ്കിൽ 5000, വിഷമം കേൾക്കണമെങ്കിൽ 500. ചേട്ടാ, കല്യാണമൊക്കെ കഴിഞ്ഞാ? കല്യാണം കഴിഞ്ഞു. ഭാര്യയായിട്ട് എങ്ങനെയാ, തോട്ടിലാണോ? ഈ തോട്ടിൽ കൊണ്ടിറങ്ങണം നിങ്ങൾക്ക് ആര് പെണ്ണ് വന്ന്?